പടം ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ 4 മണിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതായത് 4 മണിക്ക് ഈ 4 തിയേറ്ററും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ നടൻ്റെ ആ ഒരു പവർ ഒന്നും മനസ്സിലാക്കേണ്ട തന്നെയാണ്. ബിക്കോസ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഒരാഴ്ചയായി, ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പൊളിയായിരുന്നു, എന്താ പറയുന്നറിയില്ല. അമേസിങ്, സ്റ്റണ്ണിങ്, എന്താ പറയുക, ആ ഒരു സ്റ്റാർട്ടിങ് എൻട്രി തന്നെ ഒരു മാസ് എൻട്രി ആയിരുന്നു. അതിനുശേഷം ഫഹദ് പിന്നെ പറയാനില്ല. എന്താ പറയുക, ഓരോ ക്യാരക്ടറും ഓരോ സിനിമയിലും ഫഹദ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അല്ലു, യു ആർ അമേസിങ്. എനിക്ക് പറയാൻ അറിയുന്നില്ല എന്തൊക്കെയാണ് പറയേണ്ടത്. ലിറ്ററലി ഇറ്റ് വാസ് ഓസം. ടോട്ടൽ ഒരു പാക്കേജാണ് ഈ മൂവി എന്ന് പറയുന്നത്. ആ ഹോൾ ക്രൂവിന്, എൻറ്റയർ ക്രൂ, യു ആർ ലിറ്ററലി എന്താ പറയുക, യു റോക്ക് ദ മൂവി. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു ഫൈറ്റ് ആണെങ്കിലും സോങ് ആണെങ്കിലും നമ്മുടെ അല്ലു അർജുനും നമ്മുടെ ഫഹദ് ഫാസിലും ഗംഭീരമായിട്ട് അഴിഞ്ഞാടി അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര സിനിമ, തീപാറിക്കുന്ന ഉജ്ജ്വല പെർഫോമൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. സിനിമ ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് നമുക്ക് വലിയൊരു സുഖം തോന്നിയില്ല. കുറേ വലിച്ചു നീട്ടി പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഡ്രാമ പോലെ, ഷോർട്ട് ഫിലിം പോലെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഫീലിംഗ് നമുക്ക് കരച്ചിലൊന്നും വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും നല്ല പടങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല ഒന്നും വർക്കായിട്ടില്ല. വെറുതെ ഒരു നാടകം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പുഷ്പ 3 ഇനി ഇതിനേക്കാളും നല്ല രീതിയിൽ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് അടിപൊളിയായിരുന്നു. ഒന്നാമത്തെ കണ്ടിട്ടാണ് നമ്മൾ രണ്ടാമത് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ രണ്ടാമത്തേത് ഒന്നിന് മികച്ച് നിൽക്കുന്ന രീതിയിലല്ല വന്നിട്ടുള്ളത്. കാത്തിരുന്ന പോലെ ഒരു സമ്മാനം തന്നെയാണ് അല്ലു അർജുൻ നൽകിയത് പ്രേക്ഷകർക്ക്. പിന്നെ ഫഹദ് ഫാസിൽ അദ്ദേഹം അല്ലു അർജുനുള്ള കോംബോ വേറെ ലെവലാണ്. പിന്നെ അതിൻ്റെ 3ാം ഭാഗം വരുന്നുണ്ട്. ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷമായി. അത് വേറെ ടിസ്റ്റാണ്. പിന്നെ നല്ല പാട്ടുകളുണ്ട്, നല്ല BGM ഉണ്ട്. ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. ഫൈറ്റൊക്കെ നമ്മുടെ മേലൊക്കെ കോരിത്തരിക്കുന്ന രീതിയിലുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. ഇതിലൊരു പാട്ടെന്നാലും ഹിറ്റാവും. കാരണം ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ട് 3ാം ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ കഥ മാറി വന്നിരിക്കുകയാണ്. ബോറടിയില്ല. കാരണം നമ്മൾ ബോറടിക്കാത്ത രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ചിലവർ പറയും, പോസിറ്റീവ് പറയില്ലല്ലോ, നെഗറ്റീവ് പറയുന്നവരുണ്ടല്ലോ. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. നമ്മൾ വന്നിരുന്ന് കാണുമ്പോൾ എല്ലാം ഉണ്ടാവണം. ഒരു സിനിമ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം, സങ്കടങ്ങൾ കാണുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് എല്ലാം വേണം, വർക്കൗട്ട് ചെയ്യണം, ഫൈറ്റ് വർക്കൗട്ട് ചെയ്യണം. ഇതെല്ലാം ഒത്തൊടുങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അല്ലു അർജുൻ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മളിപ്പോൾ ഹാപ്പി ആണെങ്കിലും ബണ്ണി ആണെങ്കിലും ആര്യയാണെങ്കിലും എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് നമ്മൾ മലയാളി പ്രേക്ഷകരെ സ്വീകരിച്ചതാണ്. ഈ പടത്തിൽ വേറെ ലെവലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണമായിരുന്നു. കാരണം കാലഘട്ടം രജിസ്റ്റർ ചെയ്തപ്പോൾ കാലഘട്ടത്തിൽ കുറച്ച് കാരണങ്ങൾ, കുറച്ച് ടൂൾസുകൾ ഉപയോഗിച്ചതിൽ കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കണമായിരുന്നു. പടം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന് ഫഹദ് ഫാസിലിൻ്റെ സീൻ കഴിയുമ്പോഴത്തേക്ക് പടം കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഒരു നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ പടം ഒരു രക്ഷയില്ല. മാസ് ക്ലാസ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. കുറച്ച് ഈ പറഞ്ഞ പോലെ സ്നേഹവും പാസവും ഒക്കെ കുറേ ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുറയ്ക്കാമായിരുന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പടം ഹിറ്റാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലു അർജുൻ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് പടം. ലോജിക്ക് പ്രശ്നം ഭയങ്കരമായിട്ട് കടിക്കേണ്ട, അത് പ്രേക്ഷകർ കണ്ടിട്ട് അവർ പറയട്ടെ. ഒരു എബോ ആവറേജ് മൂവിയാണ്. എനിക്ക് തോന്നുന്നു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ചെറിയൊരു നിരാശ ആൾക്കാരാണ്. കാരണം വൺ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, മോസ്റ്റ് ഹൈപ്ഡ് മൂവി ഓഫ് ദി ഇയർ ആയിരുന്നല്ലോ. സോ എന്നിലെ പ്രേക്ഷകൻ ബട്ട് അറ്റ്ലീസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. മെയിൻലി പറയേണ്ടത് ഫാഫ പൊളിച്ചുണ്ട്. അതിനകത്ത് നമ്മുടെ രംഗണ്ണനും ഷമ്മിയും കൂടി ചേർന്നൊരു സാധനം. എന്നിട്ട് ഒരു എക്സ്ട്രീം ലെവൽ ജോക്കർ ടൈപ്പ് വില്ലൻസാണ്. പിന്നെ അല്ലു അർജുൻ മാസുണ്ട്, ഡാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ചേർന്നുണ്ട്. ആക്ഷൻ സീക്വൻസ് നല്ല രസമായിരുന്നു, അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. BGM നൈസായിരുന്നു. പ്രത്യേകിച്ച് ആ അർദ്ധനാരി വേഷത്തിൽ വരുന്ന സീൻസൊക്കെ നൈസായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ ഗിവ് ആൻഡ് ടേക്ക് റാപ്പോ ഫാഫ നമുക്ക് ഫസ്റ്റിൽ കുറച്ച് നേരമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിനകത്തൊരു കംപ്ലീറ്റ് ഷോ ആണ്. ലൈക്ക് ഒരു അയ്യപ്പൻ കോശി പോലെ ഗിവ് ആൻഡ് ടേക്ക് റാപ്പോ നൈസായിരുന്നു. എനിക്ക് 3.5 മണിക്കൂറിൻ്റെ പടം എനിക്കത്ര ലാഗ് ഫീൽ ചെയ്തില്ല, സീരിയസ് ലാഗ് ഫീൽ ചെയ്തില്ല. പക്ഷെ പെട്ടെന്ന് പേര് കാണിച്ചപ്പോൾ പടം തീർന്ന്. ഇനി പാർട്ട് 3 ഉണ്ട്, സോ വെയിറ്റിംഗ് ആണ്. ആകെപ്പാടെ പ്രശ്നം വന്നാൽ എനിക്ക് കുറച്ച് അവസാനത്തെ കുറച്ച് ഇമോഷണൽ കണക്ഷൻ അത്ര വർക്കൗട്ടായില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തീർത്ത പോലെ ആയിപ്പോയി. സോ ബാക്കി നോക്കുകയാണെങ്കിൽ ഒരു തിയേറ്റർ സ്റ്റാഫ് മെറ്റീരിയലാണ്. എന്തായാലും തിയേറ്റർ തന്നെ കാണാം, മിസ് ചെയ്യരുത്. യവത്തേക്കതല്ലേ വേറെ സ്റ്റെപ്പുണ്ട്. ഓക്കെ ശരി.
പുഷ്പ 2 കണ്ടു. ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയത് തന്നെയാണ് ഒരു പോരായ്മ. പക്ഷെ അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിലും അല്ലു അർജുനും രശ്മിക മന്ദാനയും എല്ലാവരും മത്സരിച്ചനെ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ചെറിയ അഭിനേതാക്കൾ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയതാണ് പ്രേക്ഷകരിൽ നിരാശാജനകമായിട്ട് തോന്നിയത്. അത്രയും സമയം അവിടെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അതിനെ കെട്ടുറപ്പുള്ള ഒരു കഥയായിരിക്കണം. ആ ഫസ്റ്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് എങ്ങനെയുണ്ടെന്നുള്ള ചോദ്യമാണ് പല മീഡിയയും ചോദിച്ചത്. ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് ആ ലെവലിലേക്ക് വന്നിട്ടില്ല. ഇനി 3 വരണുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ്. ടോട്ടലി ഒരു 3.5 മണിക്കൂറുള്ളൊരു പടമാണ്. അപ്പോൾ നമുക്ക് ആ ഡ്യൂറേഷൻ ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ഇരുത്തി ആലോചിക്കുമ്പോൾ ഒരു ടോട്ടലി മോശം എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് പുഷ്പ 1 നമ്മൾ ഒരു അണ്ടർഡോഗ് സ്റ്റോറിയാണ്. ഒരു താഴേക്കിടയിൽ നിന്ന് വന്നിട്ട് സ്വന്തം തൻ്റെയോ വാശിയും കൊണ്ട് ഒരു പൊസിഷനിലേക്ക് എത്തുന്നതാണ് പുഷ്പയുടെ കഥ. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ ആർക്കോ ഒന്നും തന്നെയില്ല. ഒരു ടോട്ടലി ജസ്റ്റ് ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി എടുത്തൊരു പടം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ജസ്റ്റ് പൈസയ്ക്ക് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം. ഫഹദിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ അല്ലു അർജുൻ ഫഹദിൻ്റെ കോംബോ ആയിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ അതെല്ലാം കോമഡി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫഹദിൻ്റെ മിക്ക സമയവും ഒരു മാസ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിന് പകരം ഒരു കോമഡി പീസായിട്ടാണ് ഫഹദിൻ്റെ ക്യാരക്ടറൈസേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു നിരാശ തന്നൊരു സിനിമ തന്നെയാണ്. എങ്കിലും ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് തേർഡ് പാർട്ട് കാണാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു എക്സ്പെക്റ്റേഷനോ ഒന്നുമില്ല. നമസ്കാരം. അപ്പം ഞങ്ങൾ പുഷ്പ 2 എന്ന സിനിമ കാണാനായിട്ട് വന്നതാണ്. 4 മണിക്ക് എത്തി. ഗംഭീര ഒരു സിനിമയാണ് കണ്ടത്. കാരണം എന്ന് വെച്ചാൽ അല്ലു അർജുനും ഫഹദ് ഫാസിലും മത്സരിച്ച് അഭിനയിച്ചൊരു സിനിമയാണ് അല്ലേ? കാരണം കിടക്കാച്ചി അണ്ണനൊക്കെ അവിടെ ഇരുന്ന് നല്ല പെർഫോമൻസ് കാണുമ്പോൾ കൈയടിക്കുമായിരുന്നു. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നല്ല എണ്ണം കൈയടിച്ച് അല്ലേ? അല്ലാണ്ട് വേറെ ഒന്നുമല്ലോ. ടിൻസ് പിന്നെ ഇയാളൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ ടിൻസ് പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ തൊടുപുഴയെന്ന് വന്നേക്കുവാണ് ഈ സിനിമ കാണാൻ വേണ്ടി അല്ലേ? അപ്പോൾ എനിക്കൊരു കാര്യം പറയാം, നെഗറ്റീവ് പറയുന്നവരോട് കാര്യം പറയും. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണേ, ഒരു സന്തോഷത്തിന് വേണ്ടി രാവിലെ മുതൽ ഇവിടെ വന്നിരുന്ന ആളുകളെല്ലാം സന്തോഷമാണ് പോയത്. ഇത് നെഗറ്റീവ് അടിക്കുന്നവരോട് കാര്യമുണ്ട്. നല്ലൊരു സിനിമയാണ്. എന്തായാലും 3 വരുന്നുണ്ട് എന്നറിഞ്ഞു. അതിനായിട്ടും പ്രഷർ കാത്തിരിക്കുക. പുഷ്പ 2 ടിക്കറ്റ് കിട്ടിയില്ല, ഭയങ്കര തിരക്കിലാണ്. ഇവിടെ 4 സ്ക്രീനും ഹൗസ്ഫുള്ളാണ്. ഇന്നലത്തെ റിപ്പോർട്ട്സ് അനുസരിച്ച് നല്ലതാണ്. ബാംഗ്ലൂരും ഹൈദരാബാദ് നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്. പടം ഭയങ്കര ഹിറ്റാണെന്ന് തോന്നുന്നു. ഭയങ്കര ഹിറ്റാണ്. എല്ലാവരും നല്ല റിപ്പോർട്ടാണ്. ഫഹദായാലും അല്ലു അർജുൻ പക്ക മാസമാണല്ലോ. പുള്ളിയുടെ ഫാൻസുകൾക്കും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഫഹദിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ സിനിമയിൽ അല്ലു അർജുൻ നാഷണൽ അവാർഡ് കിട്ടി. ഇതിൽ ഫഹദ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫഹദ് വളരെ സെലക്റ്റീവാണ്. ഫഹദ് നല്ല സ്ക്രിപ്റ്റ് നോക്കി ഫിലിംസാണ് ചെയ്യുന്നത്. എന്തായാലും പടം ഭയങ്കര ഹിറ്റാണ്. എല്ലാ റെക്കോർഡും പൊട്ടിയാണ്. 3.5 മണിക്കൂർ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ലാഗലുണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ലെന്ന് പറയാം. പക്ക മാസ് മസാല മൂവിയാണ്. ഫഹദിന് ക്ലാസ് മാത്രമല്ല മാസം ചെയ്യാൻ വേണ്ടി തെളിയിച്ചിരിക്കുകയാണ്.